സൈനികർക്കൊപ്പം ഹോളി ആഘോഷിച്ച പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്. ലയിലെ സൈനിക ക്യാമ്പിലായിരുന്നു ആഘോഷം. കരസേനാ മേധാവി ജനറൽ മനോജ് പാണ്ഡെയും രാജ്നാഥ് സിംഗിനൊപ്പം ഉണ്ടായിരുന്നു. ചൈന അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന ലഡാക്കിലെ ലേയിലായിരുന്നു പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ ഹോളി ആഘോഷം. സൈനികർക്കൊപ്പമുള്ള ഹോളി ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ നിമിഷമെന്ന് രാജ്നാഥ് സിംഗ് പ്രതികരിച്ചു. ഡൽഹി ഭാരതത്തിന്റെ ഭരണ തലസ്ഥാനമെങ്കിൽ രാഷ്ട്രത്തിന്റെ കരുത്തിന്റെ തലസ്ഥാനമാണ് ലഡാക്കെന്നും രാജ്നാഥ് സിംഗ് ഓർമ്മപ്പെടുത്തി. ഭാരത് की उत्तरी धरती लद्दाख की धरती यह कोई सामान्य धरती नहीं है। यह सियाचिन की धरती है, यह कारगिल की धरती है, यह लेह की धरती है, यह गलवान की धरती है और यह भारत माता की धरती है। और भारत माता का चमकता हुआ यह मुकुट है। यह भारतीय राष्ट्रीय संप्रभुता और दृढ़ता का भी एक मूर्त प्रतीक है। यह हमारे नेशनल डिटर्मिनेशन को भी रिप्रेजेंट करता है। हम जानते हैं कि हमारी राजनीतिक राजधानी दिल्ली है और आर्थिक राजधानी हमारी मुंबई है और हमारा टेक्नोलॉजी कैपिटल बेंगलुरु है। जिस तरह से ये सभी जगहें अलग अलग राजधानियों को रिप्रेजेंट करती हैं, उसी तरह लद्दाख हमारे भारतीयों की वीरता और शौर्य की यह राजधानी है। यह धरती भारत के पराक्रम का एक पवित्र मंदिर है. ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക താവളങ്ങളിലൊന്നായ സിയാച്ചിനിലാണ് പ്രതിരോധ മന്ത്രിയുടെ ഹോളി ആഘോഷം നിശ്ചയിച്ചതെങ്കിലും മോശം കാലാവസ്ഥയെ തുടർന്ന് യാത്ര റദ്ദാക്കുകയായിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് ആഘോഷ പരിപാടികൾ ലേയിലെ സൈനിക ക്യാമ്പിലേക്ക് മാറ്റിയത്. സിയാച്ചിനിലെ സൈനികരെ ഫോണിൽ ബന്ധപ്പെട്ട പ്രതിരോധ മന്ത്രി ഹോളി ആശംസകൾ നേർന്നു. ജനം, ഡൽഹി.